പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് കിടക്കാം. എന്നോട് ഒത്തിരി പേര് ഹോം ടൂറൊക്കെ ചോദിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ എനിക്കതിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു പാട്ട് അതൊരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യം ചെയ്യുന്നത് നമ്മുടെ യൂട്ടിലിറ്റി റൂം ടൂറാണ്. യൂട്ടിലിറ്റി എന്ന് പറയുന്ന കിച്ചൻ്റെ അടുത്തുള്ളൊരു റൂമാണ്. അതൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല ഞങ്ങളുടെ വീഡിയോയിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ഫ്ലവറേഴ്സ് പരിചയപ്പെടുത്താം കേട്ടോ. ഈ ഫ്ലവേഴ്സ് കണ്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്. നിറയെ റോസസ്സാണ്, നല്ല ഭംഗിയുള്ള റോസസ് ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ റോസസ്സൊക്കെ അങ്ങ് കരിഞ്ഞു പോയി. പിന്നെ ബാക്കി കിട്ടിയ പാർട്ട് ഇത്രയും മാത്രമാണ്. ഈ വൈറ്റ് കളർ മുട്ട് പോലത്തെ സാധനമില്ലേ, അത് എന്ത് രസമാണെന്ന് അറിയാം. അത് കരിഞ്ഞിട്ടേ ഇല്ല. അത് നമുക്ക് ഡ്രൈ ഫ്ലവറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമായിട്ടൊരു വേസ്റ്റിലെടുത്ത് വെച്ചു കേട്ടോ. അടിപൊളിയായിരുന്നിട്ട് നല്ല ഭംഗിയായിരുന്നു. പക്ഷെ റോസസ്സൊക്കെ പോയെങ്കിലും ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിത് ആദ്യമൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ വെള്ളമൊക്കെ പോയെങ്കിലും അത് ഇരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ആ വെള്ളം മൊട്ടുണ്ടല്ലോ, അത് ഭയങ്കര തിന്നാണ്. അത് ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് അതൊന്നങ്ങ് വിട്ടു പോകും. അപ്പോൾ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. അതിങ്ങനെ പഞ്ഞി പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഇളകി വരും കേട്ടോ. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതെല്ലാം പിഞ്ഞങ്ങ് വീഴും. കുറേയൊക്കെ പോയി, ബാക്കി കിട്ടിയതാണ് ഇത്രയും. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ഈ വേസ് വെക്കാൻ ഇനി ഞാനൊരു സ്ഥലം കണ്ടെത്തണം. അതുവരെ ഡൈനിങ് ടേബിൾ ഇരിക്കട്ടെ എന്ന് കരുതി. നടുക്ക് വയ്ക്കുമ്പോൾ ഒരു രസമാണല്ലോ. പിന്നെ ഇന്നത്തെ രാവിലത്തെ പണിയെന്ന് പറയുന്നത് ഈ ഫൗണ്ടൻ വൃത്തിയാക്കുക എന്നുള്ളതാണ്. വലിയൊരു ജോലിയായിരുന്നു കേട്ടോ. അതിൽ വെള്ളം വരുന്നില്ലായിരുന്നു. പിന്നെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഇതാ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് നമ്മുടെ ഫൗണ്ടൻ. ഇപ്പം നല്ല ബ്ലാക്ക് കളർ അറിയാം. ഇതുവരെ ഫംഗസൊക്കെ പിടിച്ചിട്ട് ആ ചെടിയും എല്ലാം നല്ല പൊടി പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ കുറേ ജീരക മുട്ടായും കുറച്ച് സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാം. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്പൂണും കൂടെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹോം ടൂറിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഒരുവിധം എല്ലാ പാർട്ടും വീടിൻ്റെ കാണിച്ചിട്ടുണ്ട്. കിച്ചണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കിച്ചൺ ടൂർ വേണമെങ്കിൽ പറയാം. അപ്പോൾ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ബാക്കിലോട്ട് ഇറങ്ങുമ്പോൾ ഒരു കോറിഡോർ പോലെ ഉണ്ട് കേട്ടോ. ആ കോറിഡോറിൻ്റെ കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്ന യൂട്ടിലിറ്റി റൂം റൈറ്റ് സൈഡിൽ. അപ്പോൾ ആ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നൊരു സ്റ്റോർ റൂമാണ്. അത് മെയ്ഡ്സ് റൂമാണ്. ഞാൻ സ്റ്റോർ റൂമായിട്ട് കൺവേർട്ട് ചെയ്തു. പിന്നെ അവിടെ ഒരു മേശ ഇട്ടിട്ടുണ്ട്. ഇത് മോൻ പഠിക്കുന്ന മേശയായിരുന്നു പണ്ട്. ഇപ്പോൾ അവ അതിലിരിക്കാറില്ല. ഡൈനിങ് ടേബിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങി മുകളിൽ നിന്ന് താഴെ എടുത്തിട്ട് വന്നു. എനിക്ക് അതിനെ കൊണ്ടൊരു യൂസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. ഇതൊരു കുഞ്ഞു മേശയാണ്. അപ്പോൾ അവന് ബുക്കൊക്കെ പരത്തിയിട്ടാണ് അവന് പഠിക്കാൻ ഇഷ്ടം. അപ്പോൾ പറ്റത്തില്ല. അപ്പോൾ ഞാനതിങ്ങനെ എടുത്തു, അടിച്ചു മാറ്റി. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇതാ കുറേ ഷട്ടിൽ കോക്കിൻ്റെ സാധനങ്ങളും പൂച്ചയ്ക്കുള്ള ഫുഡൊക്കെയാണ് അതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ വെക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കിച്ചണിലെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതിൽ കുറച്ച് സാധനം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാനുണ്ട്. അതിനാണ് ഈ മേശ എടുത്തിട്ട് വന്നത്. പിന്നെ ഈ തുറന്ന് കാണിച്ചതാണ് കേട്ടോ മെയ്ഡ്സ് റൂം. അപ്പം നമുക്കിപ്പം മെയ്ഡും സെർവൻറ്റ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ അതിനെ സ്റ്റോർ റൂമാക്കി കൺവേർട്ട് ചെയ്തു. നിങ്ങളിപ്പോൾ ഇതത് കണ്ടാൽ ഞെട്ടും കേട്ടോ. അതിനകത്തില്ലാത്ത സാധനങ്ങളില്ല. അതൊക്കെ ഒന്ന് ഒതുക്കണം. അത് ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം ആ റൂം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ തൽക്കാലം ഇപ്പോൾ അത് അടച്ചിടുവാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആ കോറിഡോറിൽ തന്നെയാണ് ഞാൻ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിരിക്കുന്നത്. പച്ചക്കറി ഇടാനുള്ള വേസ്റ്റ് ബ്രൗൺ വേസ്റ്റ് ബിന്നും തൊട്ടപ്പുറത്ത് വെള്ള കളർ വേസ്റ്റ് ബിന്ന് നമ്മൾ തൂക്കുന്ന പൊടിയും ഡ്രൈ ആയിട്ടുള്ളതൊക്കെ ആ വെള്ള കളറിലാണ് ഇട്ടിരിച്ചിരിക്കുന്നത് ഈ വേസ്റ്റ് ബിന്നിൽ. പിന്നെ മേശയുടെ അപ്പുറത്തായിട്ട് ഞാൻ പൂച്ചയ്ക്ക് കിടക്കാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കിടന്ന് പൂച്ച ഉറങ്ങാറുണ്ട്. അപ്പോൾ അതങ്ങനെ ഭയങ്കര യൂസാണ്. അതിന് ഭയങ്കര ഇഷ്ടമാണ് അതിൽ കിടന്ന് ഉറങ്ങാനായിട്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് സ്റ്റൂൾ ഇട്ടിരിച്ചിട്ടുണ്ട്. ആ സ്റ്റൂൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും. ചെടി നടാനൊക്കെ ആയിട്ട് അതിലിരുന്ന് ചെടി നടാം. എന്തെങ്കിലും സാധനങ്ങൾ അലമാരന്ന് എടുക്കണമെങ്കിൽ എടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റൂൾ. അപ്പോൾ ഈ വേസ്റ്റ് ബിന്നിൻ്റെ തൊട്ടടുത്ത് പൂച്ചയ്ക്ക് കുറച്ച് ഫുഡും വെള്ളവും വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇപ്പോൾ പൂച്ച അകത്ത് കയറാറില്ല കേട്ടോ. പക്ഷെ കയറുമ്പോൾ വന്ന് ഇത് കഴിച്ച് വെള്ളം കുടിച്ചിട്ട് പോകും. അതിൻ്റെ തൊട്ടടുത്ത് ഈ കാണുന്ന ഡോറെന്ന് പറയുന്നത് അധികം നമ്മൾ ഇറങ്ങാറില്ല. അത് മുകളിലത്തെ ടെറസിലോട്ട് പോകുന്ന ഒരു ഏണിപ്പടിയാണ്. അപ്പോൾ അത് അവിടെ ആകെ ഫ്രിഡ്ജിൻ്റെ കവറൊക്കെ വെച്ച് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അത് ഈ മെയിൻ്റനൻസിൻ്റെ ആൾക്കാർ വരുമ്പോഴാണ് സാധാരണ അത് യൂസ് ചെയ്യാറ്. അവർക്ക് എന്തെങ്കിലും AC-യുടെ റിപ്പയർ ചെയ്യണോ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് മാത്രമേ അത് തുറക്കാറുള്ളൂ. അല്ലാതെ തുറക്കാറ് പോലും ഇല്ല. അങ്ങനെ അപ്പോൾ ഈ കോറിഡോറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാണുന്ന റൂമാണ് വാഷിംഗ് മെഷീൻ റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂം. അപ്പോൾ അതിനൊരു ഡോറുണ്ട്. വീണ്ടും ആ യൂട്ടിലിറ്റി റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഡോറുണ്ട്. അത് നമ്മൾ ഇറങ്ങുന്നത് കാർ ഷെഡിലോട്ടാണ്. നമ്മുടെ കാർ അവിടെയാണ് ഇടുന്നത്. അങ്ങനെ ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി റൂം. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ മാത്രമേ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. പിന്നെ ആ ലോണ്ട്രി ബാസ്ക്കറ്റും
പിന്നെ നമ്മുടെ വാട്ടർ ക്യാൻസും വെള്ളം കൊണ്ടുവരികയാണല്ലോ ചെയ്യുന്നത്, അത് നമ്മൾ എടുത്തു വെക്കുന്നത് ഇവിടെയാണ്. അപ്പം ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കർട്ടനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എളുപ്പത്തിനൊരു ഐക്കിയിൽ നിന്ന് വാങ്ങിച്ച വിൻഡോയിലൊക്കെ ഇടുന്ന ഒരു വെള്ള സാധനമാണ്. അതിൻ്റെ പേരെനിക്കറിയത്തില്ല, ബ്ലൈൻഡും അല്ല അങ്ങനെ. അപ്പോൾ ആ ജനൽ അങ്ങനെ തുറക്കാറൊന്നും ഇല്ല. ഇപ്പം ഞാൻ തുറക്കുമ്പോഴാണ് കാണുന്നത് അതിൻ്റെ ഇടയിലൊക്കെ ഇച്ചിരി പൊടികളൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് പൊടി അകത്ത് കയറുകൊണ്ട് ഇത് അധികം കയറാത്ത റൂമായിട്ട് തുറക്കാറുമില്ല. അപ്പോൾ ഇപ്പം ഞാൻ തുറക്കപ്പോൾ അതൊക്കെ ഇച്ചിരി സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ. പിന്നെ അതിൻ്റെ അറ്റത്ത് ഞാൻ ഒരു ചെടി തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണിക്കുന്ന ബ്ലൈൻഡ് എന്ന് പറയുന്നതും ഐക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ മേടിച്ചതാണ്. അപ്പോൾ ഈ ചെടി ഏത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഒരു ബഞ്ചിൽ കുറേ ചെടി കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വിൻഡോയുടെ അറ്റത്തൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ സാധനം വെള്ള സാധനം താഴ്ത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെ പൊക്കാനൊക്കെ പാടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ തുണി ഇടുന്ന ക്ലിപ്പുണ്ടല്ലോ, ആ ക്ലിപ്പ് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചേക്കണം. അപ്പം വെളിച്ചം കയറുമല്ലോ. അങ്ങനെ ജനൽ തുറക്കാറില്ല, പക്ഷെ വെളിച്ചം കയറാനായിട്ട് മാത്രം പൊക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ റോഡും കാണാം, കാർ പോർച്ചും റോഡും. അപ്പം അതിലെ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലത്തെ പോലെ മതിലൊന്നുമില്ല, എന്തായാലും സെക്യൂരിറ്റി ഇഷ്യൂ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം കാർ പോർച്ചിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് കാണുന്നത്. പുറത്തെ നമ്മുടെ മുറ്റവും ഓസിൻ്റെ പൈപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ തന്നെ ഇപ്പുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് തന്നെയാണ് വരുന്നത് നമ്മുടെ കിച്ചൻ്റെ വിൻഡോ വരുന്നത്. ഈ സെയിം വാളിൽ തന്നെയാണ്. അത് ഞാനും പകുതി തുറന്നിട്ടുണ്ട്, നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈച്ചയൊന്നും കയറത്തില്ലല്ലോ. എൻ്റെ കർട്ടനൊക്കെ അതുവഴി കാണാം. കിച്ചൻ്റെ കർട്ടനാണ് അതൊക്കെ. അപ്പോൾ ഈ വിൻഡോയിലാണ് പൂച്ചകളൊക്കെ ചിലപ്പോൾ വന്നിരിക്കും കേട്ടോ, കിച്ചണിൽ എന്നെ കാണാനായിട്ട് അങ്ങനെ. അപ്പോൾ നമ്മളിത് അകത്തോട്ട് കയറുകയാണ് യൂട്ടിലിറ്റി റൂമിലോട്ട്. ഇവിടെ സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട് കാർ പോർച്ചിൽ. അപ്പോൾ യൂട്ടിലിറ്റി റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് വാഷിംഗ് മെഷീൻ ഉണ്ട്. തൊട്ടടുത്തിന് 2 ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഈ വെള്ള ബക്കറ്റിലാണ് ഞാൻ തുണി അലക്കി കഴിഞ്ഞത് കൊണ്ടുപോയി വിരിക്കുന്നത്. നീല ബക്കറ്റിൽ ഞാനാണെങ്കിൽ ഇച്ചിരി കൈകൊണ്ട് കഴുകാനോ അങ്ങനെയൊക്കെ ചെറിയ അഴുക്കുള്ള തുണികൾ അതിൽ വയ്ക്കും. പിന്നെ ഈ കാണുന്ന വലിയ ട്രോളി ഉണ്ടല്ലോ, ബ്ലാക്ക് കളർ, ഇത് ശരിക്കും നമ്മൾ ഷോപ്പിങ്ങിന് പോകാൻ യൂസ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്കത് യൂസൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തുണികളൊക്കെ കഴുകാനുള്ള തുണികളൊക്കെ അതിലങ്ങ് കൊണ്ട് ഡംപ് ചെയ്യും മുകളിൽ നിന്ന്. അങ്ങനെ അതതിന് യൂസ്. പിന്നെ തൊട്ടടുത്ത് തന്നെ ബാഡ്മിൻ്റൻ്റെ സാധനങ്ങളും ബോളും ഷട്ടിൽ കോക്കും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ എളുപ്പമാണല്ലോ. മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം മുകളിൽ കയറി പോകണ്ടേ. അങ്ങനെ അത് അതിൻ്റെ അറ്റത്ത് ഒതുങ്ങി ഇരിപ്പുണ്ട്. ബാഡ്മിൻ്റൻ്റെ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം നമ്മൾ മേടിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം വണ്ടിയിൽ കൊണ്ടുവരും. ഈ ഡോറ് വഴി ഞാൻ അകത്തെടുത്ത് വെക്കും. ചിലപ്പോൾ അവർ തന്നെ അകത്ത് വെച്ച് തരും ഈ സൈഡിൽ കൂടെ അങ്ങനെ. അപ്പോൾ 2 ക്യാൻ ഇരിപ്പുണ്ട്. ഒരു ക്യാനിൽ ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട്. അത് പോയിട്ടുള്ള 2 ക്യാനാണിത്. ഇപ്പോൾ 2 ഫുള്ളാണ്. അപ്പോൾ തീരുമ്പം അവരെല്ലാം തേഴ്സ്ഡേഴ്സാണ് വരുന്നത്. അവിടെ കൊണ്ടുവയ്ക്കും. ഞാൻ ഇതിനകത്ത് കൂപ്പൺ വെച്ചിട്ട് ഈ ഡോറ് വഴി വെളിയിലാണ് വെക്കാറ്. അവരവിടെ വെച്ചിട്ട് പോവും അങ്ങനെ. അപ്പം ഇത് തീരുന്ന അനുസരിച്ച് ഞാൻ പുറത്തെടുത്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ ഇതാണ് എൻ്റെ യൂട്ടിലിറ്റി റൂമിൽ. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഹാങ്ങിങ് ഇത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അടിച്ച് വെച്ചതാണ് കേട്ടോ. ആണിയിലല്ല, ഇങ്ങനെ നമുക്ക് ടേപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിക്കറിൽ ഒട്ടിച്ച് വെച്ചതാണ്. ഇത് ശരിക്കും തുണി ഇടുന്ന ഹാങ്ങറാണ്. ഇതിലിപ്പം ഞാൻ തൊപ്പിയും മോൻ്റെ ഒരു ചെറിയൊരു ബാഗും പിന്നെ ഷോപ്പിങ്ങിന് നമ്മൾ ലുലുവിൽ പോകുമ്പോൾ യൂസ് ചെയ്യേണ്ട കുറേ കവറുകളൊക്കെ ഞാൻ ഈ ജൂട്ട് ബാസ്ക്കറ്റിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ അങ്ങ് എടുത്തിട്ട് പോയാൽ മതി ലുലുവിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ. പിന്നെ RMB എന്ന് വെച്ചാൽ 2-3 കവറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ പൂവുള്ള കവറൊക്കെ നല്ല രസമല്ലേ. അത് RMB എന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ചെറിയ ഷോപ്പിങ്ങിന് കെയർഫോളിലൊക്കെ പോകുമ്പോൾ ഹാൻഡ് ബാഗിൽ നല്ല മടക്കി പേഴ്സ് പോലെ ഇട്ടിട്ട് പോകാൻ പറ്റും. ആ പൂവുള്ള ബാഗ്, അങ്ങനത്തെ ബാഗെല്ലാം ഞാൻ അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ മോപ്പ് ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഒരു സാധനം വൈറ്റ് കളറും അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ്റെ തൊട്ടടുത്ത് വരുന്നത് ഈ വലിച്ചു നീക്കാൻ പറ്റുന്ന ഒരു റാക്കാണ്. ഇത് ഭയങ്കര യൂസാണ് എനിക്ക്. ആ 3 റാക്കിൽ നമുക്ക് നിറയെ സാധനം വെക്കാൻ പറ്റും. ആദ്യത്തെ റാക്കിൽ സർഫല്ല, ഇവിടുത്തെ ഡിറ്റർജൻറ്റ് പൊടിയാണ് വെച്ചിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു ടപ്പ നിറച്ച് വെക്കും, ഫില്ല് ചെയ്ത് വെക്കും. തൊട്ടടുത്ത് തന്നെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാനുള്ള ക്യാനും വാഷിംഗ് മെഷീനിൽ ക്ലീൻ ചെയ്യാനുള്ള പൊടിയും പിന്നെ ഡൗണി എന്ന് പറയുന്നത് നമ്മുടെ തുണിയൊക്കെ നല്ല മണം കിട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം, അതും അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി, എന്തെങ്കിലും വെള്ളമൊക്കെ ഒഴിക്കണമെങ്കിലോ അങ്ങനെ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെയായിട്ട് ഈ ഗാർഡൻ്റെ കുറേ സാധനങ്ങളും കയ്യിലിടുന്ന ഗ്ലൗസും ചെടി കട്ട് ചെയ്യണ പ്രൂണിങ് സാധനം, അങ്ങനത്തെ ക്ലീനിങ് ബ്രഷുകളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ എന്ന് പറയുന്നത് ചെടിക്കുള്ള ഫെർട്ടിലൈസർ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ മേടിച്ചതൊക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ താഴെ ഈ നമ്മുടെ തൈര് വരത്തിലെ ടപ്പുകൾ, ബിരിയാണി വരുന്ന ടപ്പ, അതൊക്കെ കഴുകി ഉണക്കിയെടുത്താണ് അതിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് നീക്കി വലിച്ചാൽ മതി. നമ്മൾ ഈ പുറത്ത് വെക്കുകയാണെങ്കിൽ ഈ വൃത്തികളെല്ലാം കാണും. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒതുങ്ങി അങ്ങ് ഇരുന്നോളും, പുറത്തോട്ടൊന്നും കാണത്തില്ല. സുഖമായിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ വാഷിംഗ് മെഷീനകത്ത് തുണി ഓൾറെഡി കിടപ്പുണ്ട്. അത് ഞാൻ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അത് ഞാൻ ഇങ്ങ് ഇട്ട് വെക്കും. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ പൊടി മാത്രം ഇട്ടാൽ മതിയല്ലോ. അത് ഞാൻ വൈകിട്ടാണ് ഇപ്പോൾ ഇടാറ്. ഇപ്പോൾ ചൂടാണല്ലോ. അപ്പോൾ ഞാൻ പകലിങ്ങനെ വെളിയിറങ്ങി ചൂട് കൊള്ളാറില്ല.
അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ തന്നെ ഒരു കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് പൊട്ടേൻ്റെ ഒക്കെ ഇച്ചിരി പശയുടെ കറയൊക്കെ ഉണ്ട്. അപ്പോൾ അത് മറയ്ക്കാനായിട്ട് കവർ ഇട്ടിട്ട് ആ കവറിന് തന്നെ കുറേ പോക്കറ്റ്സ് ഉണ്ട്. ആ പോക്കറ്റ്സിനകത്ത് എണ്ണയും പിന്നെ ലിൻഡ് റോളുണ്ട്, പൂച്ചമുടിയൊക്കെ എടുക്കാനും നമ്മുടെ ഷർട്ടിൻ്റെ ഒക്കെ നൂല് പൊങ്ങിയതൊക്കെ കളയാനുള്ളതൊക്കെ അതിൻ്റെ എക്സ്ട്രാ ലിൻഡ് റോളാണത്. അതിൻ്റെ രണ്ട് സൈഡിലും ആ പോക്കറ്റ്സ് ഉണ്ട്, രണ്ടും ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെയിറ്റ് അത് കിടന്നാലേ വാഷിംഗ് മെഷീൻ ഓൺ ആകുമ്പോൾ ഇത് കിടന്ന് ഭയങ്കരമായിട്ട് ഷേക്കാവും. അപ്പോൾ ഇത് വീഴത്തില്ല ഈ വെയിറ്റ് കൊണ്ടിട്ട്. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വാട്ടർ ക്യാനും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പമ്പ്, അതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഓൺ ചെയ്താൽ വെള്ളം വരും അങ്ങനെ. അപ്പോൾ തീരുമ്പം നമ്മൾ ഓൾറെഡി ഫില്ലായി വാങ്ങിച്ച് വെച്ചിരിക്കുന്ന എടുത്ത് ഫില്ല് ചെയ്ത് വെക്കാറാണ് പതിവ്. അങ്ങനെ ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി റൂം. ഒരു സിമ്പിളാണ്, ഒരു കുഞ്ഞു റൂമാണ്. ഇത്രയൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഭയങ്കര നമുക്ക് സൗകര്യമാണ്. കിച്ചണിൽ സാധാരണ വരാറുണ്ട് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ. ഇതിന് മുന്നേയൊക്കെ അങ്ങനെയായിരുന്നു. ഫ്ലാറ്റിലാകുമ്പോൾ കിച്ചണിൽ ഒരു സ്ലാബിൻ്റെ അടിയിലാണ് വാഷിംഗ് മെഷീൻ. ഇതിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു റൂം തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ലോണ്ട്രി, അതായത് തുണികളും കൂടെ ഇതിലൊക്കെ വെക്കാൻ പറ്റും. കല്ലറ ചില്ലറ സാധനങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ല യൂസ്ഫുള്ളായിട്ടൊരു സ്പേസ് ആയിട്ട് തന്നെ കിട്ടി. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം വൈകിട്ടായി കേട്ടോ. ചായ ഇടേണ്ട സമയം. അങ്ങനെ ചായ ഇടുവാണ്. ഹസ്ബൻഡ് ഇപ്പം വരും ചായ കുടിക്കാനായിട്ട്. അപ്പം നല്ല കടുപ്പത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് മധുരമൊക്കെ കൂട്ടിയിട്ടൊരു ചായ ഇടുവാണ്. നിങ്ങളും അങ്ങനെയാണോ ചായ ഇടുന്നത്? ഇവിടെ തട്ടുകട സ്റ്റൈലിൽ തന്നെ ചായ വേണം. എങ്ങനെ ചായ ഇട്ടാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം കണ്ടുപിടിക്കും. അങ്ങനെയാണ്. അപ്പം ഞാൻ മാക്സിമം നല്ലോണം പൊടിയിട്ട് പഞ്ചസാര ഇട്ടാണ് ഇവിടെ ചായ ഇടുന്നത്. നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ പിന്നെ അങ്ങനെ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല വൈകിട്ടായി. ഇപ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനുള്ള ടൈമായി. ഇനി മിക്കവാറും നിങ്ങൾ അടുത്ത വീഡിയോയിലൊന്നും എനിക്ക് ഇത്രയും ചെടികളൊന്നും നിങ്ങൾ കാണത്തില്ല കേട്ടോ. ഒരുവിധം ചെടികളൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സമ്മറിന് നിൽക്കാൻ പറ്റിയ കുറച്ച് ചെടികൾ മാത്രമേ ഇനി സർവൈവ് ചെയ്യത്തുള്ളൂ. ബാക്കിയൊക്കെ പോകും. അപ്പോഴത്തേക്ക് ഞാൻ ഈ ചെടിച്ചട്ടികളൊക്കെ അങ്ങ് അകത്ത് കയറ്റും. ചെടി ഒന്നും കാണത്തില്ല. അപ്പോൾ രാത്രി ഞാൻ ഇതുപോലെ സ്പ്രിംഗ്ലറിൽ വെള്ളം അങ്ങ് ഇടും. ഞാൻ മേടിച്ച് വെച്ചൊരു ചെറിയൊരു സ്പ്രിംഗ്ലറാണ്. അപ്പോൾ രാത്രി നമുക്കങ്ങ് ഓസം പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് സ്ഥലം മാറ്റി വെച്ച് കൊടുത്താൽ മതി ഓൺ ചെയ്തിട്ട്. അപ്പോൾ പുല്ലിനും കൂടെ കുറേ വെള്ളമൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ ഓഫ് ചെയ്യുവാണ്, പൈപ്പ് പോയി. കാരണം അതെടുത്തിട്ട് എനിക്കിനി അടുത്ത സൈഡിലോട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ ഓരോ സൈഡിൽ മാറ്റി വെച്ച് കൊടുത്തിട്ട് എല്ലാ സൈഡും നനച്ചെടുക്കും. പിന്നെ ചട്ടിയിലെങ്കിലും ചെടികൾക്ക് ഞാൻ ഓസിട്ട് തന്നെയാണ് നനയ്ക്കാറ്. അങ്ങനെ പിന്നെ ഇത് എപ്പോഴും സ്പ്രിംഗ്ലറൊന്നും വെക്കാറില്ല. ചില സമയത്ത് ഞാനങ്ങ് മടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വെള്ളം ഒഴിച്ചിട്ട് ഈ പുല്ലൊക്കെ അങ്ങ് കരിഞ്ഞു പോവുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. ഇത് അത്ര ക്വാളിറ്റി ഉള്ള പുല്ലൊന്നും ആയിരിക്കത്തില്ല. പുതിയതൊന്നേ നമ്മൾ മേടിച്ചിടണമായിരിക്കും. എന്തായാലും ഞാനിപ്പോൾ പുതിയതൊന്നും വാങ്ങിച്ച് മെനക്കിടുന്നില്ല. ഉള്ളത് എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. ഏത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ സമ്മറായിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇവിടുത്തെ ചൂടിന് ഇതൊന്നും നിൽക്കത്തില്ല. താഴെ കാണുന്ന ഈ ചെറിയ പൂക്കളുള്ള ചെടികൾ, അതായത് വിങ്ക ചെടികൾ മാത്രമേ നിൽക്കത്തുള്ളൂ. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ ഇതെല്ലാം അകത്ത് ഞാൻ കയറ്റും ചട്ടികളൊക്കെ. പിന്നെ ഇവിടെ ഒന്നും കാണത്തില്ല. പിന്നെ ആ സ്റ്റാൻഡിലിരിക്കുന്ന ചെടികൾ ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആണ്, അത് ഞാൻ അകത്തെടുത്ത് വയ്ക്കും. അത് അകത്ത് നമ്മൾ AC ഒക്കെ ഇടുന്നതുകൊണ്ട് നന്നായിരുന്നുള്ളൂ. പിന്നെ ഈ ചെടി സമ്മറിൽ നിൽക്കുന്ന ചെടിയാണ്. ചൂട് തുടങ്ങിയപ്പോൾ അതിൽ നിറയെ പൂക്കളും വന്നു. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അഭിപ്രായമൊക്കെ പറയാം, ഇഷ്ടമാണോ എന്ന്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.